14 ദിവസത്തേക്ക് കൂടി പത്മകുമാർ റിമാൻഡിലാണ്. ഇപ്പോൾ വിവരങ്ങളുമായി സ്വാന്തനയുണ്ട്. സ്വാന്തന, റിമാൻഡ് കാലാവധി വീണ്ടും നീട്ടിയിരിക്കുന്നു. 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് നീട്ടിയിരിക്കുകയാണ്. മാധ്യമങ്ങൾ മൈക്ക് വെച്ചപ്പോൾ അദ്ദേഹം രോഷത്തോടെ പ്രതികരിക്കുകയായിരുന്നല്ലോ. വിനീത, വളരെ രോഷത്തോടു കൂടിയാണ് പത്മകുമാറിന്റെ പ്രതികരണം. അതാണ് പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴുള്ള പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ ഈ നിയമ നടപടികളൊക്കെ തുടങ്ങിയ ശേഷമുള്ള പത്മകുമാറിന്റെ ആദ്യ പ്രതികരണം എന്ന് നമുക്ക് പറയാം. ദൈവതുല്യൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ വേട്ടനായ്ക്കളല്ല എന്ന് ഉത്തരം പറയുന്നു. ഇരയാക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളുമെന്നാണ് പത്മകുമാർ മറുപടി പറയുന്നത്. കടകംപള്ളിയാണോ ദൈവതുല്യൻ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. ശവം തീനികളല്ല എന്ന് മറുപടി പറയുന്നു. അപ്പോൾ പത്മകുമാർ ഇന്നിപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായിരിക്കുന്നു മാധ്യമങ്ങളോട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജിലൻസ് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് പത്മകുമാർ നിർണായകമായ പ്രതികരണം നടത്തുന്ന. സ്മൃതി, നമുക്കത് ഒരിക്കൽ കൂടി കേൾക്കാമെന്ന് തോന്നുന്നു. ദൈവതുല്യനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിൽ അത്തരത്തിൽ ചോദ്യം ചോദിക്കുമ്പോഴാണ് വേട്ടനായ്ക്കളല്ല എന്ന ഉത്തരം പത്മകുമാർ പറയുന്നത്. താൻ ഇരയാക്കപ്പെടുകയാണോ എന്ന ചോദ്യത്തിലും എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളുമെന്ന് പത്മകുമാർ മറുപടി പറയുന്നു. ഈ ഘട്ടത്തിൽ ആരുടെയെങ്കിലും പേര് പറയാനൊന്നും പത്മകുമാർ തയ്യാറായിട്ടില്ല. തയ്യാറാകുമെന്ന് നമുക്ക് കരുതുകയും വയ്യ. പക്ഷേ കടകംപള്ളിയെ കുറിച്ച് കൃത്യമായി മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രനാണോ ദൈവതുല്യൻ എന്ന് ചോദിക്കുമ്പോൾ ശവം തീനികളല്ല എന്ന് മറുപടി നൽകുന്നുണ്ട് പത്മകുമാർ. നമുക്ക് അതേ പറഞ്ഞത് ഒന്നുകൂടി കേൾക്കാം. ഇതിലുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. ആരാണെന്ന് എന്തോ പല ആളുകൾ വേട്ടനായ്ക്കളല്ല, ഏതായാലും വേട്ടനായ്ക്കളല്ല സാറേ. ഈ എല്ലാത്തിനും സാറിന്റെ പേര് മാത്രമാണ് ഇപ്പൊ മൊഴി ഇത് പ്രതികളെല്ലാം പറഞ്ഞിരിക്കുന്നത്. സഖാവ് പറഞ്ഞിട്ടാണ് ചെയ്തതെന്നാണ് ഇപ്പോൾ നോക്കാം. അയ്യപ്പൻ നോക്കിയോളൂ. ഈ കടകംപള്ളിയാണോ ദൈവതുല്യൻ? കടകംപള്ളിയാണോ ദൈവതുല്യൻ? ഏതായാലും ശവന്തീനികളല്ല. സ്വാന്തന മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. വീണ്ടും റിമാൻഡിലേക്ക് 14 ദിവസം റിമാൻഡിലേക്ക് നീങ്ങുമ്പോൾ വിജിലൻസ് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണല്ലോ പത്മകുമാർ പ്രതികരിച്ചത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നു എന്നത് തന്നെ പ്രധാനമാണ്. ദൈവതുല്യൻ ആരാണ് എന്ന ചോദ്യം വേട്ടനായ്ക്കളല്ല എന്ന മറുപടി നൽകുന്നു. ഇരയാക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം അയ്യപ്പൻ നോക്കിക്കോളും എന്ന് പറയുകയാണ്. എന്താണ് ഈ പ്രതികരണങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്വാന്തന? സ്മൃതി, ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് എ പത്മകുമാറിനെ കൊല്ലത്തുള്ള വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുവന്നത്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ കസ്റ്റഡി കാലാവധി അത് തീരുകയായിരുന്നു. അതുകൊണ്ടാണ് കോടതിയിലേക്ക് കൊണ്ടുവന്നത്. അതുമാത്രവുമല്ല, ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് 11 മണിയോടുകൂടി കോടതിയിലേക്ക് കൊണ്ടുവന്നത്. ഇതിൽ കസ്റ്റഡി കാലാവധി ഇപ്പോൾ നീട്ടി നൽകിയിട്ടുണ്ട്. അടുത്ത 14 ദിവസത്തേക്ക് കൂടി കസ്റ്റഡി കാലാവധി ഇപ്പോൾ അദ്ദേഹത്തിന്റെ നീട്ടി നൽകിയിരിക്കുകയാണ്. അതിന് പിന്നാലെ പുറത്തിറങ്ങി വന്നപ്പോഴാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചത്. പ്രധാനമായും 3 ചോദ്യങ്ങളായിരുന്നു ചോദിച്ചത്. നേരത്തെ തന്നെ പത്മകുമാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ദൈവതുല്യരായ പല ആളുകളും ഈ കേസിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ പത്മകുമാർ വ്യക്തമാക്കിയിരുന്നതാണ്. അപ്പോൾ ആരാണ് ഈ ദൈവതുല്യനായ ആള് എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം ചോദിച്ചത്. അത് വേട്ടനായ്ക്കളല്ല എന്തായാലും എന്നാണ് മറുപടിയായി പറഞ്ഞത്. മറ്റു ഉത്തരങ്ങളൊന്നും പറഞ്ഞില്ല. അത് മാത്രവുമല്ല, ഇരയാക്കപ്പെടുന്നുണ്ടോ, കാരണം അദ്ദേഹത്തിന്റെ പേരുകളാണ് പലയിടങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. ഇന്നലെ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ബോർഡ് അംഗം വിജയകുമാർ അടക്കം പറഞ്ഞത് സഖാവ് ചെയ്തിട്ടാണ് എന്നുള്ള, സഖാവ് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്ന കാര്യമാണ് വിജയകുമാർ അടക്കം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പത്മകുമാർ ഇരയാക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം ചോദിച്ചപ്പോഴേക്കും എല്ലാം അയ്യപ്പൻ നോക്കിക്കോളും, മറ്റൊന്നും അതിൽ പറയാനില്ല എന്നുള്ള മറുപടിയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അത് മാത്രമല്ല, കടകംപള്ളിയാണോ ഈ ദൈവതുല്യനായ വ്യക്തി എന്ന് ചോദിച്ചപ്പോൾ എന്തായാലും ശവന്തീനിയായ ഒരാളല്ല അതിന് പിന്നിൽ എന്നുകൂടി പറഞ്ഞിട്ടാണ് പത്മകുമാർ ഇവിടെ നിന്നും പോയത്.